വ്യൂവേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ അടുത്തായി ഈ 2 ടിപ്സ് മാത്രം ഫോളോ ചെയ്തിട്ട് 15ലധികം ആളുകൾ നമ്മുടെ ചാനലിൽ പ്രഗ്നൻ്റ് ആയി. അത്രയും എഫക്റ്റീവ് ആയിട്ടുള്ള, എന്നാൽ നിങ്ങൾ ചെറുതായിട്ട് പോലും നിസ്സാരമായിട്ട് പോലും കണക്കാക്കുന്ന 2 കാര്യങ്ങളെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതുവരേക്കും ഒരുപാട് ആളുകൾ നമ്മുടെ ടിപ്സ് ഫോളോ ചെയ്തിട്ട് പ്രഗ്നൻ്റ് ആയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അവരുടെയൊക്കെ സക്സസ് സ്റ്റോറീസ് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ നമ്മുടെ ചാനൽ വിസിറ്റ് ചെയ്തതിന് ശേഷം കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞൊരു ടാബ് പ്രസ് ചെയ്യുക. അതിൽ ഒരുപാട് പേരുടെ സക്സസ് സ്റ്റോറീസ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ. ഇനിയും ഒരുപാട് പേര് സക്സസ് സ്റ്റോറീസ് ഷെയർ ചെയ്തത് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഏകദേശം 10-200 പേരുടെയും കൂടി ഇനി പോസ്റ്റ് ചെയ്യാനായിട്ടുണ്ട് കേട്ടോ. അത്രമാത്രം എഫക്റ്റീവാണ് നമ്മുടെ ചാനലിൽ പറയുന്ന ഓരോ ടിപ്സും. ഇതിൽ ഒരു ടിപ്സും തന്നെ ഫോക്കസ് ചെയ്യുന്നത് നിങ്ങളുടെ കൂടുതലായിട്ട് എക്സ്പെൻസ് നിങ്ങൾക്ക് ഉണ്ടാക്കിക്കൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെയ്തുകൊണ്ടോ പ്രഗ്നന്റ് ആകാനല്ല, നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തിക്കൊണ്ടുവരാനോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫുഡ് ഹാബിറ്റിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് വന്ന് പ്രഗ്നന്റ് ആകാനും വേണ്ടിയിട്ടുള്ള ടിപ്സ് ആണ് നമ്മുടെ ചാനലിൽ ഫോളോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ ഏറ്റവും ആദ്യത്തേതെന്ന് പറയുന്നത്, ഒരുപാട് നാളുകളായിട്ട് നമ്മൾ ചാനലിലെ ടിപ്സ് എല്ലാം കൃത്യമായിട്ട് ഫോളോ ചെയ്തിട്ടും നിങ്ങൾ പ്രഗ്നന്റ് ആകുന്നില്ലെങ്കിൽ ഏറ്റവും ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ വെയിറ്റിനെ പറ്റിയിട്ടാണ്. നിങ്ങളുടെ ഉയരത്തിനനുസരിച്ചിട്ടുള്ളതാണോ നിങ്ങളുടെ വണ്ണം എന്നുള്ള കാര്യം നിങ്ങൾ മോണിറ്റർ ചെയ്യണം. കാരണം ഉയരത്തിനനുസൃതമായിട്ടല്ല നിങ്ങളുടെ വണ്ണം പോകുന്നതെങ്കിൽ അതുമൂലം ഒരുപാട് ഇൻഫെർട്ടിലിറ്റി ഇഷ്യൂസ് നിങ്ങൾക്ക് ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. നമ്മളിൽ ഫാറ്റ് ഇഷ്യൂസ് കൂടുതലായിട്ട് ഉണ്ടാകുമ്പോൾ, എസ്പെഷ്യലി നമ്മുടെ ലോവർ അബ്ഡമന്റെ ഭാഗത്ത് നമുക്ക് വയറ് ചാടുക എന്ന് പറയുന്നൊരു സിറ്റുവേഷൻ ഇല്ലേ, ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ഉണ്ടാകുന്നതിന്റെ ഭാഗമായിട്ട് നമ്മുടെ പല റീപ്രൊഡക്റ്റീവ് ഹോർമോൺസിനും കൃത്യമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എൻവയോൺമെന്റ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകാത്ത സിറ്റുവേഷൻ സംഭവിക്കും. ഓവർ വെയിറ്റ് അല്ലെങ്കിൽ ഒബിസിറ്റി ഉള്ളവർക്ക് ലെപ്റ്റിൻ എന്ന ഹോർമോൺ ശരീരത്തിൽ കൂടുതലായിട്ട് ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. ഇത് മറ്റുള്ള ഹോർമോൺസിന്റെ പ്രവർത്തനങ്ങളെയാണ് സാരമായിട്ട് അഫക്ട് ചെയ്യുന്നത്. നമ്മുടെ അബ്ഡോമിനൽ ഫാറ്റ് എക്സസ് ആയിട്ട് ഉണ്ടാവുന്നത് നമ്മളിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. ഇത് കൂടി വന്നു കഴിഞ്ഞാൽ നോർമലായിട്ട് നമ്മളുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്ന പല ഹോർമോൺസിന്റെയും പ്രവർത്തനം അവിടെ നടക്കാതെ വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഓവുലേഷനും ഇംപ്ലാന്റേഷനും ഒന്നും നമുക്ക് പ്രോപ്പറായിട്ട് നടക്കാതെ വരും. പല ആളുകളും ഈസി ആയിട്ട് വിട്ടുകളയുന്ന ഒരു കാര്യമാണ് ഈ വെയിറ്റ് എന്ന് പറയുന്നത്. PCOD ഉള്ള ഒരുപാട് ആളുകൾക്ക് അവർക്ക് ശരീരത്തിൽ വണ്ണം വെക്കാനായിട്ടുള്ള ചാൻസസ് കൂടുതലാണ്. PCOD ഉണ്ടാകുന്നതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ കൊണ്ട് നമുക്ക് വണ്ണം വെക്കാം. ഒരുപാട് ആളുകൾക്കുള്ള തെറ്റിദ്ധാരണയാണ് ഫുഡ് കഴിക്കുന്നത് കൊണ്ട് മാത്രമാണ് വണ്ണം വെക്കുന്നതെന്ന് പറയുന്നത്. ഒരു സ്ത്രീ വണ്ണം വെക്കുന്നത് ഒരിക്കലും ഫുഡ് കഴിക്കുന്നത് കൊണ്ട് മാത്രമായില്ല. ഫുഡ് നല്ല രീതിയിൽ ക്രമീകരിച്ച് കഴിച്ചിട്ടും ഹോർമോൺസിന്റെ ചേഞ്ചസ് കൊണ്ടും അവർ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ വ്യത്യാസങ്ങൾ കൊണ്ടും ഓവർ വെയിറ്റ് ഉണ്ടാകുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ നിങ്ങൾ ഏറ്റവും ആദ്യം ചെക്ക് ചെയ്യേണ്ടത് നിങ്ങളുടെ ഉയരവും നിങ്ങളുടെ വണ്ണവുമാണ് ചെക്ക് ചെയ്യേണ്ടത്. ഇതിൽ നിങ്ങൾ ഏകദേശം നിങ്ങളുടെ ഹൈറ്റ് നിങ്ങൾക്ക് കണക്കാക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഗൂഗിളിൽ ജസ്റ്റ് സെർച്ച് ചെയ്താൽ മതിയായിരിക്കും. ഇത്രയും നിങ്ങളുടെ 5'5" ആണ് നിങ്ങളുടെ ആ ഒരു ഹൈറ്റ് എങ്കിൽ, അതായത് 150 സെന്റിമീറ്റർ 155 സെന്റിമീറ്റർ ആണ് നിങ്ങളുടെ ഹൈറ്റ് എങ്കിൽ ഐഡിയൽ വെയിറ്റ് എന്ന് പറഞ്ഞ് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതിയായിരിക്കും. നിങ്ങൾക്ക് അതിന്റെ വെയിറ്റ് കറക്റ്റായിട്ട് ഇത്രയും ലിമിറ്റിൽ നിങ്ങൾ വേണമെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ആ ലിമിറ്റിനകത്താണോ നിങ്ങളുടെ വണ്ണം എന്ന് നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കുക. അതിനേക്കാൾ ഇപ്പോൾ ഒരു 55-60 ആണ് നമുക്ക് വണ്ണം വേണ്ടതെങ്കിൽ, ഒരു 54 ഉണ്ടെങ്കിലോ ഒരു 61 ഉണ്ടെങ്കിലോ നമുക്ക് പ്രശ്നമില്ല. പക്ഷേ 65 പോകുന്നു അല്ലെങ്കിൽ നമ്മൾ അണ്ടർ വെയിറ്റ് ആയിട്ട് പോകുന്നു, ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അത് ഹോർമോണൽ നിങ്ങളിലെ ഹോർമോണൽ ഇഷ്യൂസ് ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അങ്ങനെയുള്ള ആളുകൾ മസ്റ്റ് ആയിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഹസ്ബൻഡിന്റെ ശരീരഭാരവും അദ്ദേഹത്തിന്റെ ശരീരഭാരം ഓവറായിട്ട് പോകുന്നുണ്ടെങ്കിലോ അണ്ടർ വെയിറ്റ് ആയിട്ട് പോകുന്നുണ്ടെങ്കിലോ അതും സെമന്റെ ക്വാളിറ്റി അഫക്ട് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ഹസ്ബൻഡിന്റെയും വെയിറ്റും അതുപോലെ തന്നെ ഹൈറ്റും കൃത്യമായിട്ട് നിങ്ങൾ മോണിറ്റർ ചെയ്യുക കേട്ടോ. ഇത് ക്രമീകരിച്ചപ്പോൾ തന്നെ ഒരുപാട് പേർക്ക് ചാനലിൽ പ്രഗ്നൻസി കിട്ടിയിട്ടുണ്ട്. ഒരുപാട് പേര് പറയുന്നുണ്ട് ഫുഡ് ശ്രദ്ധിച്ചു, വെയിറ്റ് 5 കിലോ വരെ കുറച്ചു, എന്നിട്ട് പ്രഗ്നൻസി എളുപ്പത്തിൽ കിട്ടിയെന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ ടിപ്സ് കൃത്യമായിട്ട് ഫോളോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. രണ്ടാമത്തേതെന്ന് പറയുന്നത് വിറ്റമിൻ D റിച്ച് ആയിട്ടുള്ള ഫുഡ്സ് കഴിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മളുടെ അണ്ടത്തിന്റെ ഗ്രോത്തിനും അതിന്റെ ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടും ഏറ്റവും കൂടുതൽ നമുക്ക് ശരീരത്തിൽ വേണ്ട ഒരു വിറ്റമിൻ ആണ് വിറ്റമിൻ D എന്ന് പറയുന്നത്. PCOD അതുപോലെ തൈറോയിഡ് അല്ലെങ്കിൽ ലോ AMH അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ എളുപ്പത്തിൽ പ്രഗ്നന്റ് ആകാനും ഇംപ്ലാന്റേഷനും നടക്കാനും ഒക്കെ സഹായിക്കുന്ന ഒരു ടിപ്പാണ് ഈ വിറ്റമിൻ D റിച്ച് ആയിട്ടുള്ള കണ്ടന്റ്സ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക, അല്ലെങ്കിൽ കൂടുതൽ സൺ എക്സ്പോഷർ ഉണ്ടാക്കിയെടുക്കുക. ഇതെല്ലാം നിങ്ങളിൽ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും എളുപ്പത്തിൽ കൺസീവ് ആകാനായിട്ട് സഹായിക്കുന്നവയാണ്. വിറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ശരീരത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി തന്നെ നമുക്ക് അണ്ടത്തിന്റെ ക്വാളിറ്റി കുറയാനായിട്ട് ചാൻസ് ഉണ്ട്. പല ഡോക്ടേഴ്സും ഈ IVF ഏറ്റവും കൂടുതൽ ചെയ്യാൻ റെക്കമെൻഡ് ചെയ്യുന്ന സമയം എന്ന് പറയുന്നത് നമ്മുടെ ഒരു സമ്മർ സീസണാണ്. ഈ മാർച്ച്, ഏപ്രിൽ, മെയ് ആ ഒരു ടൈമിലൊക്കെ ഏറ്റവും കൂടുതൽ സണ്ണിന്റെ അതിൽ ഭയങ്കര ബ്രൈറ്റ് ആയിട്ട് സൺ നിൽക്കുന്ന ഒരു ടൈമായിരിക്കും. ഈ സമയത്ത് ഇംപ്ലാന്റേഷൻ നടക്കാനായിട്ടുള്ള ചാൻസസും വളരെയധികം കൂടുതലായിരിക്കും.
അതുകൊണ്ട് ഈ ഒരു സമയം നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. വിറ്റമിൻ ഡിയുടെ എക്സ്പോഷർ നിങ്ങൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഏറ്റവും കൂടുതൽ നമ്മൾ വെയിൽ കൊള്ളേണ്ട സമയം ഒരു 11 മണിക്ക് ശേഷമുള്ള സമയമാണെന്ന് പറയും. പക്ഷെ നമ്മുടെ ഇപ്പോഴത്തെ ഒരു ചൂട് വെച്ചിട്ട് നമുക്ക് ഒരിക്കലും 11 മണിക്ക് ശേഷമുള്ള വെയിൽ കൊള്ളാനായിട്ട് പാടില്ല. അത് കൊള്ളാനായിട്ട് പാടില്ല എന്ന് തന്നെ നമുക്ക് നമ്മുടെ സർക്കാർ അതിനനുസരിച്ചിട്ടുള്ള നിർദ്ദേശങ്ങൾ തന്നിട്ടുണ്ട്. അതുകൊണ്ട് ആ സമയത്തെ വെയിൽ നിങ്ങൾ കൊള്ളാനായിട്ട് ശ്രമിക്കേണ്ട. അതല്ലാതെ ഒരു 10 മിനിറ്റ്സ് അല്ലെങ്കിൽ 15 മിനിറ്റ്സ് ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങൾക്ക് ആ വെയിൽ കൊണ്ടാൽ പ്രശ്നമില്ല എന്ന് തോന്നുന്ന ഒരു വെയിൽ നിങ്ങൾ കൊള്ളാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ മസ്റ്റായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നിങ്ങൾ വെയിൽ കൊള്ളുന്ന സമയത്ത് ഒരു നമ്മൾ 15 to 20 മിനിറ്റ്സ് എങ്കിലും കൊള്ളുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. ഇത് സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്റെയും സെമന്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സഹായിക്കുന്ന ഒരു ടിപ്പാണ്. ഇനി വിറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി നിങ്ങൾക്കുണ്ടെങ്കിൽ അത് എന്തെല്ലാം മാറ്റങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന് നോക്കാം. വിറ്റമിൻ ഡി കുറവുള്ള ആളുകൾക്ക് ഭയങ്കര ഹെയർ ഫോൾ ഉണ്ടാകും. സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും ഏറ്റവും കൂടുതൽ അവർക്ക് ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഹെയർ ഫോൾ എന്ന് പറയുന്നത്. അവരുടെ ക്ലൈമറ്റിലുള്ള വ്യത്യാസം, അവർ കുളിക്കുന്ന വെള്ളത്തിലുണ്ടാകുന്ന വ്യത്യാസം, അവർ ഉപയോഗിക്കുന്ന എണ്ണയിലുണ്ടാകുന്ന വ്യത്യാസം, അവർക്കുണ്ടാകുന്ന ടെൻഷൻ, അതുപോലെ ഹോർമോണൽ ഇംബാലൻസസ്, ഇതൊക്കെയാണ് നിങ്ങൾക്ക് ഹെയർ ലോസ് ഉണ്ടാവാനായിട്ടുള്ള ഒരു ഫാക്ടർ. നിങ്ങൾക്ക് ഒരുപാട് കൂടുതലായിട്ട് ഹെയർ ലോസ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ തന്നെ എന്തെങ്കിലും പൊടിക്കൈകൾ ചെയ്യുന്നതിന് മുൻപായിട്ട് എന്തെങ്കിലും ഹോർമോണൽ ഇംബാലൻസസ് ഉണ്ടാവുന്നത് കൊണ്ടാണോ ഇങ്ങനെ ഹെയർ ലോസ് വരുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ ഫസ്റ്റ് ആയിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യണം. വിറ്റമിൻ ഡി അതിലൊരു ഫാക്ടറാണ് കേട്ടോ. അതുപോലെ തന്നെ അടുത്തൊരു ബുദ്ധിമുട്ടാണ്, നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ബുദ്ധിമുട്ടുകൾ, ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുക. വിറ്റമിൻ ഡി കുറയുന്നതിനനുസരിച്ചിട്ട് നമുക്ക് ഇൻഫെക്ഷൻസ് ഉണ്ടാവാനായിട്ടുള്ള ചാൻസസും അതുപോലെ മറ്റുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ തുടർച്ചയായിട്ട് ഉണ്ടാവാനായിട്ടുള്ള ചാൻസസും വളരെയധികം കൂടുതലാണ് കേട്ടോ. അടുത്തൊരു റീസൺ ആണ് നമുക്ക് ബാക്ക് പെയിൻ അനുഭവപ്പെടുക. സ്ത്രീകളുടെ കൂടപ്പറപ്പാണ് ബാക്ക് പെയിൻ എന്ന് പറയുന്നത്. ഡെലിവറി കഴിഞ്ഞാലും ഡെലിവറിക്ക് മുമ്പും നമുക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു രോഗാവസ്ഥയാണ് ഈ ബാക്ക് പെയിൻ എന്ന് പറയുന്നത്. എന്നാൽ ഈ ബാക്ക് പെയിൻ ഭയങ്കര സിവിയർ ആയിട്ട് നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് വിറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി മൂലവും ആകാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അടുത്തൊരു റീസൺ ആണ് മസിൽ പെയിൻ എന്ന് പറയുന്നത്. ഈ വിറ്റമിൻ ഡി അല്ലെങ്കിൽ ആ വിറ്റമിൻ ഡിയുടെ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള മറ്റു പലതുമാണ് നമ്മുടെ എല്ലിന് ശക്തി തരുന്നത്. ഈ വിറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ഉണ്ടാകുന്നതനുസരിച്ചിട്ട് നിങ്ങൾക്ക് മസിൽസിലും ജോയിൻസിലും വേദന തുടർച്ചയായിട്ട് അനുഭവപ്പെടാനായിട്ട് ചാൻസ് ഉണ്ട്. അങ്ങനെയുള്ള ആളുകളും വിറ്റമിൻ ഡിയുടെ ലെവൽ എത്രയാണെന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ. അതുപോലെ നമ്മൾ ഓവറായിട്ട് ടയേർഡായി പോവുക, നമുക്ക് ഒന്നും ചെയ്യാനായിട്ടുള്ള ഒരു താല്പര്യം ഇല്ലാത്തൊരു സിറ്റുവേഷൻ വരിക. പലരും പ്രഗ്നൻസിയുടെ ലക്ഷണമായിട്ടും പലർക്കും ഇത് ഉണ്ടാവുന്നതാണ്. പക്ഷേ ആ ലക്ഷണത്തിനെ മാറ്റി നിർത്തി കഴിഞ്ഞിട്ടും അതല്ലെങ്കിൽ പീരീഡ് ആയതിനു ശേഷവും നിങ്ങൾക്ക് തുടർച്ചയായിട്ട് ഈ ലക്ഷണം കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും അതിനെ അവോയ്ഡ് ചെയ്യാതിരിക്കുക. നിങ്ങൾ വിറ്റമിൻ ഡിയുടെ ലെവൽ ഒന്ന് ചെക്ക് ചെയ്യുക കേട്ടോ. നോർമലി നമ്മൾ വിറ്റമിൻ ഇയുടെ സപ്ലിമെന്റ്സ് ഒക്കെ ഡയറക്റ്റ് ആയിട്ട് മെഡിക്കൽ സ്റ്റോറിൽ പോയി മേടിച്ച് കഴിക്കാറുണ്ട്. പക്ഷേ വിറ്റമിൻ ഡിയുടെ സപ്ലിമെന്റ്സ് ഒരിക്കലും നമ്മൾ അങ്ങനെ മേടിച്ച് കഴിക്കാനായിട്ട് പാടില്ല. നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഡോക്ടർ എഴുതി തരുന്ന ഡോസ് അനുസരിച്ചിട്ട് മാത്രമേ വിറ്റമിൻ ഡിയുടെ മെഡിസിൻ നിങ്ങൾക്ക് എടുത്ത് കഴിക്കാനായിട്ട് പാടുള്ളൂ. അതും ഡോക്ടർ കൃത്യമായിട്ട് നിർദ്ദേശിക്കും. ചിലർക്ക് ഒന്നിടവിട്ട ദിവസങ്ങളിൽ, ചിലർക്ക് ആഴ്ചയിൽ ഒന്ന്, അങ്ങനെയൊക്കെ ആയിരിക്കും വിറ്റമിൻ ഡിയുടെ സപ്ലിമെന്റ്സ് കൊടുക്കുന്നത്. അതനുസരിച്ചിട്ട് മാത്രമേ നിങ്ങൾ മെഡിസിൻ എടുക്കാനായിട്ട് പാടുള്ളൂ. അതല്ലാതെ ഒരിക്കലും ഡയറക്റ്റ് മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് വിറ്റമിൻ ഡിയുടെ മെഡിസിൻ നിങ്ങൾ മേടിച്ച് കഴിക്കാനായിട്ട് പാടില്ല കേട്ടോ. സൺ എക്സ്പോഷറും സപ്ലിമെന്റ്സും അല്ലാതെ നമുക്ക് മറ്റു പല രീതിക്കും വിറ്റമിൻ ഡി ശരീരത്തിലോട്ട് എത്തിക്കാനായിട്ട് സഹായിക്കും. അതിൽ ഏറ്റവും ആദ്യത്തേതാണ് മുട്ട കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഒരു ദിവസം ഒരു മുട്ട പുഴുങ്ങിയതെങ്കിലും നിങ്ങൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. മുട്ട പുഴുങ്ങിയതല്ലാതെ മുട്ട ബുൾസൈ അടിച്ചിട്ടോ അല്ലെങ്കിൽ ഓംലെറ്റ് അടിച്ചിട്ടോ കഴിക്കുന്നവരാണെങ്കിൽ അതിന്റെ ഒരു ഉപയോഗം നിങ്ങൾ കുറയ്ക്കുക. കാരണം നമ്മൾ ഓയിൽ കൂടുതലായിട്ട് ഒഴിക്കേണ്ടി വരും. അല്ലെങ്കിൽ ബുൾസൈ ആണെങ്കിൽ അത് മുഴുവനായിട്ട് കുക്ക് ആയിട്ടുണ്ടാവില്ല. അപ്പോൾ ഏറ്റവും നന്നായിട്ട് മുട്ടയുടെ എല്ലാ ബെനിഫിറ്റും കിട്ടാനായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു രീതി എന്ന് പറയുന്നത് അത് പുഴുങ്ങിയെടുക്കുക എന്നുള്ളതാണ്. ഒരു ദിവസം ഒരു മുട്ടയെങ്കിലും നിങ്ങൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഒരുപാട് പേര് ടെൻഷൻ ആവുന്നുണ്ട്, കൂടുതൽ മുട്ട കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൊളസ്ട്രോൾ ഉണ്ടാവുമോ എന്നൊക്കെ ആലോചിച്ച് പലരും ടെൻഷൻ ആവുന്നുണ്ട്. മുട്ട നിങ്ങൾ ഒരു ദിവസം ഒരെണ്ണം കഴിക്കുന്നുണ്ടെങ്കിൽ ഒരു 15 അല്ലെങ്കിൽ ഒരു 20 മിനിറ്റ് എങ്കിലും നിങ്ങൾ ഫിസിക്കലി ആക്റ്റീവ് ആയിട്ടിരിക്കുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ഒരു മുട്ട കഴിച്ചിട്ട് നിങ്ങൾ ഒരു അരമണിക്കൂർ കൃത്യമായിട്ട് നടക്കുന്നുണ്ടെങ്കിൽ ആ മുട്ട നിങ്ങൾ കഴിക്കുന്നതുകൊണ്ട് ഒരിക്കലും നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാവില്ല. പക്ഷേ അതൊക്കെ നിങ്ങൾ കഴിച്ചിട്ട് സെഡൻഡറി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലാണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നതെങ്കിൽ ഭാവിയിൽ നിങ്ങൾക്ക് കൊളസ്ട്രോൾ ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. ഒരുപാട് മുട്ട കഴിക്കുന്നവരുടെ കാര്യമാണ് പറഞ്ഞത്. 1 or 2 കഴിക്കുന്നതുകൊണ്ടൊന്നും പ്രശ്നമില്ല കേട്ടോ. അതുപോലെ പാല് കുടിക്കുന്നത് നല്ലതാണ്. മുട്ടയും പാലും അതുപോലെ ഏത്തപ്പഴം ഇതെല്ലാം നിങ്ങൾക്ക് ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാനായിട്ട് സഹായിക്കുന്നവയാണ്. അത് ഒരു ദിവസം ഒരെണ്ണം എന്നുള്ള കണക്കിലെങ്കിലും നിങ്ങൾ ഭാര്യയും ഭർത്താവും എടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ മിൽക്കിന്റെ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് കഴിക്കുക. നിങ്ങൾ യോഗോട്ട് കഴിക്കുന്നതാണെങ്കിലും നല്ലതാണ്. അങ്ങനെ ഡയറി പ്രൊഡക്ട്സ് കൂടുതലായിട്ട് കഴിക്കുന്നതും വിറ്റമിൻ ഡി ശരീരത്തിൽ എത്തുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കും കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക.
സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.